ഹലോ, പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഞാനും ജേസനും രാവിലെ ഒരു 7 മണിക്ക് ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അതിനുവേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. കുഞ്ഞ് വീട്ടിൽ കിടന്ന് ഉറങ്ങുവാണ്. അമ്മയുണ്ട്, ഇന്ന് ചതയായിരുന്നു. ചതയം അവധി ആയതുകൊണ്ട് അമ്മ കൊച്ചിനെ നോക്കിക്കോളൂ. അവള് കിടന്ന് ഭയങ്കര ഉറക്കമാണ്. രാത്രിയിൽ ഉറങ്ങിയിട്ടില്ല, ഭയങ്കര കൊതുകായിരുന്നു. രാത്രി തൊട്ട് ഉറങ്ങിയില്ല. രാവിലെ എണീക്കേണ്ടി വന്നതുകൊണ്ട് ഭയങ്കര വിശപ്പായിരുന്നു. അപ്പം ഞങ്ങൾ ഒരു വെജിറ്റേറിയൻ ഹോട്ടലിൽ കയറി കേട്ടോ. പൊറോട്ടയും ഉരുളൻകിഴങ്ങ് കറിയാണ് ജെയ്സൺ പറഞ്ഞത്. ഉരുളൻകിഴങ്ങ് കറിയും പൊറോട്ടയും വമ്പ ശോക കേട്ടോ. പക്ഷെ കഴിക്കാൻ കുഴപ്പമില്ല. ഞാൻ മസാല ദോശയാണ് വാങ്ങിച്ചത്. അതിൻ്റെ അകത്ത് മസാല ദോശ എനിക്ക് അത്ര പിടിച്ചില്ല. പക്ഷെ ചട്നി കൊള്ളായിരുന്നു. ഈ ഒരു ചട്നി അത് തന്നെ ഒരുമാതിരി മുളകും നമ്മുടെ ഉള്ളിയും കൂടി ചതച്ചിടുന്ന ഒരു ചട്നി ആയിരുന്നു. സാമ്പാറൊന്നും വലിയ രുചി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ദോശ പുള്ളിക്ക് കൊടുത്തിട്ട് പുള്ളിയുടെ പൊറോട്ട ഞാൻ അടിച്ചു മാറ്റി. അത്ര രസമായിട്ട് തോന്നാഞ്ഞുകൊണ്ട് പാഴ്സലൊന്നും വീട്ടിലോട്ട് വാങ്ങിയില്ല. ഞാൻ ഓർത്തു നല്ല മീൻ കുറച്ച് വാങ്ങിച്ചുകൊണ്ട് പോകാമെന്ന് കരുതിയിട്ട് അയിലയും ചാളയും വാങ്ങിച്ചുകൊണ്ട് ഞങ്ങൾ വീട്ടിലോട്ട് ചെന്ന്. പിന്നെ അമ്മ ഉണ്ടായിരുന്നതുകൊണ്ട് അമ്മ ക്ലീൻ ചെയ്തു. നമുക്ക് ഇന്ന് നല്ല പച്ചമത്തിയാണോ അമ്മേ? കൊറേ നാളായി ഫ്രഷ് മത്തി കിട്ടിയിട്ട്. അതെ, നല്ല ഫ്രഷ് മത്തി. കിലോയ്ക്ക് സന്തോഷമായി. കിലോയ്ക്ക് 240 കണ്ടു കഴിഞ്ഞപ്പോ തന്നെ സന്തോഷമായി. അതെ അതെ, മത്തിയും അയിലയും ഉണ്ട്. ഇന്ന് ജെസ്സിയമ്മ ഉള്ള ദിവസമാണ്, ശനിയാഴ്ച. അത് ജെസ്സിയമ്മയ്ക്ക് പണി തരാൻ പോവുക. അതെ, അമ്മയാണ് ഡ്യൂട്ടി. അമ്മയ്ക്ക് പിന്നെ ഫ്രഷ് മീനായി കിട്ടിക്കഴിഞ്ഞാൽ വെട്ടാൻ എന്നോട് പറയും, ഞാൻ വെട്ടിക്കോളാവി, നീ വെട്ടണ്ട. പുള്ളിക്കാരത്തേക്ക് അത് വെട്ടുന്നത് ഒരു സാറ്റിസ്ഫാക്ഷൻ ആണെന്ന് തോന്നുന്നു. ആണോ അമ്മേ? ഇഷ്ടാണോ? വെട്ടിക്കൊള്ളാക്കണ്ടല്ലോ. അയ്യാ, മീനൊക്കെ അങ്ങോട്ട് പകുതി വെച്ച് തന്നെ മുറിച്ചിട്ടുണ്ടല്ലോ. ഞാൻ പകുതി വെച്ച് മുറിച്ച് കളയി വന്നു. കുരുത്തം കട്ടവളെ. പച്ചമുളക് ഇല്ലേ അമ്മ ഇവിടെ? തീർന്ന കുറച്ചധികം അത്യാവശ്യ സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു. അതെല്ലാം വാങ്ങാനായിട്ട് ഞാൻ കടയിലോട്ട് പോയി. ആ സമയത്ത് കിഷ്കിന്താകാന്ത സിനിമ ഭയങ്കര അടിപൊളിയാ, സൂപ്പറാന്നൊക്കെ റിവ്യൂ കുറെ പേര് പറയണ കേട്ടപ്പം ഞങ്ങൾക്കും കാണാനൊരാഗ്രഹം. അങ്ങനെ 4 ടിക്കറ്റ് വൈകുന്നേരത്തേക്ക് ഞങ്ങൾ ബുക്ക് ചെയ്തു. അങ്ങനെ നമ്മുടെ അമ്മ അയിലക്കറി വെച്ചിട്ടുണ്ട്. ഇത് വറക്കാനുള്ളതാണ്. ഇത് നമ്മുടെ മുട്ടയൊക്കെ. പിന്നെ ചാള കറി വെക്കണം. 2 വന്നിട്ടില്ല. വേറെ എന്നതാണ്? 5 നമ്മൾ ഓർഡർ ചെയ്തത്. തോന്നുന്നു 5 4 അറിയാൻ. പള്ളികളിയൊക്കെ അവള് വിടുക എന്താ? ഇത് കണ്ടിട്ട് ഇതിന് ഇറക്കക്കുറവാന്ന് എനിക്ക് തോന്നുന്നു. നോക്കാം ബാ. കിയാരിക്ക് നമ്മൾ കടകൾ തോറും സിമ്പിൾ ഉടുപ്പ് അന്വേഷിച്ച് കിടന്നിട്ട് ഇവിടെ എങ്ങും സിമ്പിൾ ഇല്ല. ഫസ്റ്റ് ക്രൈ എന്നാണ് അവൾക്ക് മിക്കപ്പോഴും ഉടുപ്പൊക്കെ ഓർഡർ ചെയ്യാറ്. അങ്ങനെ ഒരു 5 ഉടുപ്പ് ഞങ്ങൾ അങ്ങോട്ട് സത്യം പറഞ്ഞാൽ കുത്തിയിരുന്ന് തപ്പിപ്പിടിച്ച് ഓർഡർ ചെയ്യാനുള്ള സമയം പോലും ഇല്ല. ഫുൾ കൈ അതൊക്കെ വെട്ടിക്കളയണം. പക്ഷെ ആ ഫുൾ കൈ എടി തുമ്മതി എടി ഇറക്കാം. കാണാൻ നല്ല ക്യൂട്ടല്ലേ? ഇത് നല്ല രസമുണ്ട്. ഈ ലേസ് ഇത് ഭയങ്കര വിലയാ. ഈ ലേസിന് ഭയങ്കര വിലയാ. ഓർഗൻസയിൽ വന്ന ലേസിന്. ഇത് ഞങ്ങളെ ആ കടയിൽ പോയപ്പോഴത്തേക്കുവേ ഏതാണ്ട് 10-20 മീറ്ററേ ഉള്ളു. 1000 രൂപ എങ്ങാണ്ട്. ഞങ്ങൾ നോക്കിയായിരുന്നു. ചുരിദാറുകളൊക്കെ വെച്ച് കൊടുത്ത് നല്ല ഭംഗിയാ കാണാനായിട്ട്. അതാ ഞാൻ പറഞ്ഞത്. ഇത് കണ്ട, ഇതൊക്കെ വലുത് മേടിച്ചോണ്ടല്ലോ ഭയങ്കര പാഞ്ചാളനായിരിക്കും. അതാണ് ഞാൻ ഇവളുടെ സൈസ് കറക്റ്റ് മേടിക്കാന്ന് വെച്ചത്. മഞ്ഞ ക്യൂട്ടാ. എനിക്ക് 3 വയസ്സ് കഴിഞ്ഞെങ്കിലും ഞാൻ 2 to 3 വാങ്ങുന്നത്. കാരണം ഭയങ്കര വലുതായിരിക്കും. അങ്ങനെ വാങ്ങാനടുത്ത് ചിലതിന് ഇറക്കം കിട്ടാറില്ല. അങ്ങനെ ഒരെണ്ണത്തിന് ഇറക്കം കിട്ടിയില്ല. ആ സമയത്ത് ഞാൻ എന്ത് ചെയ്തു, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ലല്ലോ, അതുകൊണ്ട് മീൻ വറക്കാന്ന് വിചാരിച്ചു. കറി റെഡിയായപ്പോൾ നാൻസി ചോറ് കഴിക്കാനിരിക്കുവാണ്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇന്ന് എല്ലാവരും ചോറാണ് കഴിക്കുന്നത്. ഒരു 11 മണിക്ക് ബ്രഞ്ച് പോലെ അങ്ങോട്ട് കഴിച്ചു ഓരോരുത്തരും അവരവരുടെ പണിക്ക് പോയി. നാൻസിക്ക് ഇന്ന് ഒരു ടോപ്പ് അർജന്റായിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം എടുത്തില്ലേ, അത് എമർജൻസി ആയിട്ട് ചെയ്ത് തീർക്കാനുണ്ട്. അത് ചെയ്യാനായിട്ട് ഭക്ഷണം കഴിച്ചിട്ട് മേപ്പോട്ട് പോയാൽ പിന്നെ ഇടയ്ക്ക് ഇറങ്ങി വരണ്ടല്ലോ എന്നും കരുതിയിട്ടാണ് കറിയാകാൻ വേണ്ടിയിട്ട് അവളോട് വെയിറ്റ് ചെയ്തത്. അങ്ങനെ ആ സമയം കൊണ്ട് തന്നെ അമ്മ മീൻ വറുത്തോണ്ട് വന്നു കേട്ടോ. എന്നിട്ട് അമ്മ ചോദിക്കുവാണ്, നിനക്ക് തല വേണോ വാല് വേണോ? അങ്ങനെയല്ലേ? കുറെ പേർക്ക് വാലായിരിക്കും ഇഷ്ടം. ഞങ്ങൾക്ക് 3 പേർക്കും ഇഷ്ടം തലയാണ് കേട്ടോ. വലിയ മീനൊക്കെ വലുതെന്ന് വെച്ചാൽ ഈ അയില, വറ്റ, അതേപോലുള്ള മീനൊക്കെ മേടിക്കുമ്പോൾ 3 എണ്ണം കിട്ടുവാന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് 3 പേർക്കുമാണ്. ഞാനും നാൻസിയും അമ്മയാണ്. തല
ചായക്ക് വേണ്ടി ഇടിവെക്കാറ്. ആ സമയത്ത് കീ എണീറ്റ് വന്നു, ഇടിയിപ്പിച്ചു നോക്കി, 2 എണ്ണം കറക്റ്റ് ആയിരുന്നു കേട്ടോ. അത്ര മതി, കാരണം അതിലും ഓവറായിട്ടുണ്ടെങ്കിൽ ബോറല്ലേ. ഇതെങ്ങനെ പോയാലും ഒരു 2-3 മാസത്തേക്ക് ഉടുപ്പൊക്കെ ഉള്ളൂ. അത് എപ്പോഴും ഇടാൻ നേരത്ത് എന്തെങ്കിലുമൊക്കെ അഴുക്കൊക്കെ പറ്റിച്ചത് ചീത്തയായി പോകുമല്ലോ. ഇവക്ക് പ്ലേ സ്കൂളിൽ മാറി മാറി ഒന്നിട്ടോണ്ട് പോകാനായിട്ട് കുറേ ഉണ്ട് കേട്ടോ. ഇവക്ക് ഇങ്ങനെ സെലക്ട് ചെയ്യാൻ നേരത്തെ നമ്മളിങ്ങനെ ഇഷ്ടംപോലെ നല്ല ഉടുപ്പുകളുണ്ട്, പക്ഷെ ഇവക്ക് സെലക്ട് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ അവളുടെ നീഡ്സും കൂടി അറിഞ്ഞിട്ട് വേണം ചെയ്യാനായിട്ട്. അവളിങ്ങനെ എല്ലാം ഒന്നും ഇടത്തൊന്നുമില്ല. ഓരോ കൊച്ചിനും കൂടി തോന്നുമൊന്നും ഇടണമെങ്കിൽ വല്ല സിമ്പിൾ ആയിട്ടുള്ള വല്ല ഷെമ്മീസ് മോഡലാണ് ഞങ്ങൾ തപ്പിക്കൊണ്ട് നടന്നത്. പക്ഷെ ഇത് നാൻസി എന്തെങ്കിലും ആയിക്കോട്ടെ, ഇത് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങിച്ചതാട്ടോ. സ്ലീവ് നമുക്കിനി ഇവൾ ഇട്ടില്ലെങ്കിൽ മുറിച്ച് കളയാന്നും കരുതി വാങ്ങിച്ചതാണ്. പക്ഷെ ഇത് ചെറുതായിപ്പോയി. പക്ഷെ ഇവളുണ്ടല്ലോ, ഇവള് ഊരണില്ല. ഞങ്ങൾ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ വിചാരിക്കുന്നതല്ല കൊച്ചു വിചാരിക്കണത്. കൊച്ചു ഇത് ഊരുന്നേ ഇല്ല. ഞങ്ങൾ റിട്ടേൺ അടിക്കാന്ന് വിചാരിച്ചിട്ട് ഇവള് ഇത് ഊരി തരണ്ടേ ഒന്നും. അവള് കുറേ നേരം അത് ഇട്ടുകൊണ്ട് നടന്നു. അപ്പൊ പിന്നെ ഞാൻ തീരുമാനിച്ചു ഇപ്പൊ റിട്ടേൺ അടിക്കണ്ട, എന്തെങ്കിലും നീളം കൂട്ടാനായിട്ട് എന്തെങ്കിലും ഒരു നല്ല ലേസോ എന്തെങ്കിലും ഒന്ന് വെച്ച് കൊടുത്തൊന്ന് നീളം കൂട്ടി എടുക്കാന്ന് വിചാരിച്ചു. ഇടുവാന്നറിയില്ല കേട്ടോ. ഇനിയിപ്പോ ഈ നേരത്ത് ഈ സമയത്ത് ആ ഒരു ഉറക്കപ്പിച്ചിന്ന് എണീറ്റിട്ട് ഇട്ടതാണോന്ന് അറിയില്ല. ഇട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ സ്ലീവ് വെട്ടിയെടുത്തിട്ട് അത് ഇതുപോലെ 2 ആക്കി അത് ഫ്രില്ലാക്കിയാണെങ്കിൽ നമുക്ക് ഇറക്കം കൂട്ടി കൊടുക്കാമല്ലോ. അങ്ങനെയാണ് ഇപ്പൊ നിലവിൽ വിചാരിച്ചിരിക്കണത്. അതുകൊണ്ട് അത് നമ്മൾ എടുത്തു. ആ സമയത്ത് തന്നെ അമ്മ മുട്ടയൊക്കെ വറുത്തായിരുന്നു കേട്ടോ. ചാളയുടെ മുട്ട വറുത്തായിരുന്നു. പിന്നെ നമ്മുടെ ചാള മുളകിട്ട് വെച്ചായിരുന്നു. അയില തേങ്ങ അരച്ച് വെച്ചു, ചാള മുളകിട്ടും വെച്ചു. പിന്നെ ഏത്തയ്ക്ക തോരൻ, എന്തെങ്കിലും പച്ചക്കറി ഉണ്ടാക്കാനായിട്ട്, ഏത്തയ്ക്കല്ല കുഞ്ഞിക്കായ കാത്തോരൻ ഉണ്ടാക്കാനായിട്ട് അമ്മ കാത്തോരൻ്റെ ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുവാണ്. ആ സമയത്ത് മുകളിലോട്ട് പോയി നോക്കാമെന്ന് വിചാരിച്ചു ഞാൻ. എന്തായി കുട്ടി? ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ മെറ്റീരിയൽ എടുക്കാൻ പോയില്ലേ, അതാണ്. വേഗം അർജന്റായിട്ട് തയ്ക്കുക കേട്ടോ. ഇത് ഞങ്ങൾ ശരിക്കും ഓർത്തത് തിങ്കളാഴ്ച കൊറിയർ അയച്ചാൽ മതിയല്ലോ എന്ന് കരുതിയപ്പോൾ അവർക്ക് ബുധനാഴ്ച വൈകുന്നേരമോ ചൊവ്വാഴ്ച വൈകുന്നേരം എന്തോ അവർ പോകും. ഇത് ബഹ്റൈനിലായിട്ട് കൊണ്ടുപോകേണ്ടതാട്ടോ. അപ്പൊ ആ ചേച്ചിയുടെ ഹസ്ബൻഡിന്റെ ഫ്രണ്ട് ഇവിടെ നാട്ടിൽ വന്നിട്ടുണ്ട്, ചേർത്തലക്കാരനാണ്. പുള്ളിയുടെ കയ്യിൽ നമ്മളിത് കൊടുക്കണം. അത് കൊറിയർ അയച്ചു കൊടുത്താൽ മതി. അതിന് വേണ്ടിയിട്ട് തിങ്കളാഴ്ച കൊടുക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ അതൊരു റിസ്ക് ആയിരിക്കും. ചിലപ്പോൾ തിങ്കളാഴ്ച എന്തും സംഭവിക്കാം, കരണ്ടില്ലാണ്ട് വരാം, എന്തും ചെയ്യാമെന്നുള്ളത് കൊണ്ട് നാൻസി ഓർത്തു ശനിയാഴ്ച ചതയാണ്, അവധിയാണ്, പോസ്റ്റ് ഓഫീസിൽ വഴി അയക്കാൻ പറ്റില്ല. കൊറിയർ ഓഫീസ് ഉണ്ടോയെന്നൊന്നും അറിയില്ല. പക്ഷെ എന്നാലും അവൾ ഓർത്ത് തയ്ച്ചേക്കാം, ശനിയാഴ്ച തന്നെ നമുക്ക് റിസ്ക് ഉള്ളത് ആദ്യമേ തയ്ച്ച് ഒഴിവാക്കാം. ഇന്ന് നമുക്ക് വേറെ ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. അവരോട് വിളിച്ചു പറഞ്ഞു ഇന്നേക്ക് നടക്കില്ല, ഒരു എമർജൻസി കേസ് വന്നിട്ടുണ്ട്. സിബ് ഒക്കെ ഉള്ളതാണ്. അല്ല ഇത് മറ്റേ സാധനം അല്ലേ ഫ്രണ്ടില് ഉണ്ട ഇതിപ്പോ കൊറിയർ കയറ്റി വിടണ്ടേപ്പാ. ഇന്ന് നടക്കുവോ? ഇന്നിപ്പോ കഴിഞ്ഞ പരിപാടി കഴിഞ്ഞു. ഇന്ന് കൊറിയർ ഓഫീസ് ഉണ്ടോ? അതറിയാൻ പാടില്ല. നമുക്ക് എന്തായാലും സെറ്റ് ചെയ്യാം. ഹെം ചെയ്യണം കഴുത്ത്. ഞാനും കൂടി ഇരിക്കാം. മറ്റേ ഇന്റർലോക്ക് ചെയ്യണം. ഇന്റർലോക്ക് ചെയ്യാനുള്ള സമയമൊന്നും ഉണ്ടാവത്തില്ല. തയ്ച്ചു കഴിഞ്ഞപ്പോൾ തന്നെ 5 മണി ആയിട്ടോ. പിന്നെ ഞങ്ങൾ ധൃതിക്ക് വേഗം എങ്ങാനും വായിക്കാൻ പറ്റുമല്ലോ എന്ന് കരുതിട്ട് ഞാൻ വിളിച്ചു ചോദിച്ചപ്പോഴത്തേക്കും DTDC ഉണ്ട്, 6 മണിക്ക് മുന്നേ കൊണ്ടുവരണോന്ന് അവർ പറഞ്ഞ്. അങ്ങനെ ഞങ്ങൾ വേഗം ഒന്ന് അപ്പുറം ഇപ്പുറം നിന്ന് കഴുത്തൊക്കെ ഹെം ചെയ്തെടുക്കണമല്ലോ, അതെല്ലാം ചെയ്യുവാണ്. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 പൊറോട്ട, അതിലൊരു പൊറോട്ട, ചീഞ്ഞ പൊറോട്ട. 18 എണ്ണം ഉണ്ടായിക്കൊണ്ടിരുന്നല്ലേ. അതെ, അതെന്റെ കാൽക്കുലേഷൻ ഇപ്പൊ ഇടാതിരുന്ന സാധനമാണ്. അത് അവിടെയാണ് എനിക്ക് പണി കിട്ടിയത്. സമയം എടുത്തത് നല്ല സമയം എടുത്തു. ലെങ്ത് കൂടുതലാണോ? പൊക്കമുണ്ടെന്നല്ലേ പറഞ്ഞ? നീയല്ലേ പറഞ്ഞത് പൊക്കമുണ്ടെന്ന്? അവരയച്ചു തന്ന പാറ്റേണിൽ സ്ലീവിലും വർക്ക് മെറ്റീരിയൽ തന്നെയാട്ടോ. പക്ഷെ ചേച്ചി പറഞ്ഞു അത്ര ഓവർ ആക്കണ്ട, എനിക്ക് സാധാ നമ്മുടെ ജോർജറ്റ് മെറ്റീരിയൽ തന്നെ മതി എന്ന് പറഞ്ഞു. ഞാൻ ശരിക്കും ഷോളിന്റെ കാര്യം മറന്നിരിക്കുവായിരുന്നു. അവൾ ആ സൈഡിൽ വെച്ചേക്കുമായിരുന്നു. ഞാൻ ചോദിച്ചപ്പോഴാണോ അയ്യോ ഷോളും ഉണ്ടല്ലേ, അങ്ങ് വേഗം ഷോള് വെട്ടിയിട്ട് ശരിയാവണില്ല, സമയമില്ലല്ലോ. അങ്ങനെ ഒരു അത് വെട്ടിയെടുത്തിട്ട് 4 സൈഡും മടക്കി അടിക്കണമല്ലോ. അങ്ങനെ ധൃതിക്ക് നാൻസി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു 6 മണിക്ക് മുന്നേ ഞാൻ അവിടെ ചെന്ന് സാധനം അയച്ചു കേട്ടോ. അങ്ങനെ കൊടുത്തു വിട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ വൈകുന്നേരം സിനിമയ്ക്ക് ബുക്ക് ചെയ്തായിരുന്നു അല്ലേ. എപ്പോൾ സിനിമയ്ക്ക് ബുക്ക് ചെയ്താലും 5 മിനിറ്റ് താമസിച്ചേ നമ്മളിവിടെ എത്തുള്ളൂ. ആദ്യത്തെ നമുക്ക് കാണാൻ പറ്റാറില്ല. അതുപോലെ തന്നെ ഇന്നും താമസിച്ചു. വന്ന പാടെ തന്നെ ജേസനാണെങ്കിൽ പോപ്കോൺ മേടിക്കാൻ നിൽക്കണം. എനിക്ക് തുടക്കം മുതലേ അയാൾക്ക് പോപ്കോൺ കഴിക്കണം. സിനിമയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ എന്തോരം പേര് അടിപൊളി എന്ന് പറഞ്ഞത്. പക്ഷെ ഞങ്ങൾക്ക് അത്രയും ഒരു ഇമോഷണൽ ഡ്രാമയാണ്, അത്രയും ആഴത്തിലോട്ട് ഇറങ്ങി ഇമോഷണൽ ആവാൻ എനിക്ക് പറ്റിയില്ല കേട്ടോ. എനിക്ക് അത്ര ഒരു രസമായിട്ട് തോന്നിയൊന്നുമില്ല, കുഴപ്പമില്ല, അത്രേ ഉള്ളൂ. പിന്നെ അതെല്ലാം കഴിഞ്ഞ് വന്നിട്ട് നാൻസി ഗോതമ്പ് ദോശ ഉണ്ടാക്കുവാണ്, നമ്മുടെ മീൻകറിയും കൂട്ടി കഴിക്കാമെന്ന് വിചാരിച്ചിട്ട്.
പിന്നെ പിറ്റേ ദിവസമായി ഇന്ന് നമുക്കൊരു ഫാമിലി ഗെറ്റ് ടുഗദർ ഉണ്ട്, അങ്ങോട്ട് പോവേണ്ടതുണ്ട് കേട്ടോ അമ്മ വീട്ടില്. അങ്ങനെ ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് മുട്ടക്കറി ഉണ്ടാക്കി. എന്ത് ചെയ്യുന്നത് നമുക്ക് നോക്കാം. കിയ ഇവിടെ കിടന്ന് ഉറക്കമാണ്, അമ്മ അവിടെ നിന്ന് പുല്ല് വെട്ടുന്നു. തുറക്കൂ നാൻസി ജോസഫ്, എനിക്ക് സമയമില്ല, എന്റെ പുട്ട് കുറ്റിയിൽ കിടക്കുന്നു. ഇതാണോ യൂണിഫോം? എന്തായി ടോപ്പ് തയ്ച്ചു കഴിഞ്ഞാ? പാന്റ് എന്ത് പാൻറ്റൊരെണ്ണം തയ്ച്ചിട്ടുണ്ട്. കട്ടിയുള്ള തുണിയാണോ? ഇതൊക്കെ എന്താവോ തയ്ക്കാൻ അറിയാവുന്നവരുടെ തന്നെ യോജന. കോളറാണ്. ഓഹോ, കോളറൊക്കെ ഉണ്ടോ? തയ്ക്കാനായിട്ട് നൂലില്ലായിരുന്നു. ചേട്ടാ പാൻറ്റ് മഞ്ഞ ഉണ്ടോ? അപ്പൊ ഇപ്പൊ എവിടുന്ന് കിട്ടിയ നൂല്? കിട്ടിയിട്ടില്ല. ഇതിനുള്ള കൂടെ ഈ പാൻറ്റ് തയ്ക്കാനുള്ള ഒരു യൂണിഫോം ആട്ടോ തയ്ക്കുന്നത്. BEd പിള്ളേർക്കുള്ള, BEdന് യൂണിഫോം ഇല്ലല്ലോ, പക്ഷെ ഇപ്പം ഈ വർഷം യൂണിഫോം ഉണ്ടെന്ന് തോന്നുന്നു അവർക്ക്. ഇത് നമ്മുടെ ഈ വീഡിയോസൊക്കെ കണ്ടിട്ട് നമ്മുടെ വീട് അന്വേഷിച്ച് വന്നതാണ്. എന്റെ ബാച്ച്മേറ്റ് ആയിരുന്നു എന്നാണ് പറഞ്ഞത്, പക്ഷെ എനിക്ക് ആളുടെ മുഖം ഓർമ്മയില്ല കേട്ടോ. അങ്ങനെ ഡാൻസ് പറഞ്ഞതാണ് യൂണിഫോം തയ്ക്കാൻ എനിക്ക് അറിയില്ല പറഞ്ഞപ്പോൾ സാരമില്ല, നീ ചുരിദാർ തയ്ക്കുന്ന പോലെ ചുമ്മാ തയ്ച്ചാൽ മതി എന്നാണ് പറഞ്ഞത്. പക്ഷെ ഇത് ഭയങ്കര കട്ടിയല്ലേ, ഈ തുണിയൊക്കെ മാനേജ് ചെയ്യാൻ നല്ല പാടാട്ടോ. ഡാൻസ് വിചാരിച്ചതിലും കൂടുതൽ നല്ല സമയമെടുത്ത്. കോളറൊക്കെ അവൾക്ക് വെക്കാൻ അറിയത്തില്ലായിരുന്നു കേട്ടോ, പറ്റണേ ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരു വിധത്തിൽ എടുത്ത് പക്ഷെ ഇട്ടപ്പോഴത്തേക്ക് നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. അതൊന്നും ഞാൻ വീഡിയോയിൽ എടുത്തില്ല. നമുക്ക് പോണമല്ലോ ഇന്ന്, അതിനുള്ള ഒരുക്കത്തിലായിരുന്നു. താഴത്ത് നമ്മുടെ ബട്ടൺസ് കറക്റ്റ് ബട്ടൺസ് വെക്കണമെന്ന് അവർ പറഞ്ഞായിരുന്നു. ഭാഗ്യത്തിന് കറക്റ്റ് മാച്ച് ആയിട്ടുള്ള ബട്ടൺസും ഉണ്ടായിരുന്നു. കിയാര ഈ സമയത്ത് നമ്മുടെ കൂടെ ഇവിടെ ഉണ്ട്. അവൾ ആ ഒരു തരത്തിലുള്ള പറ്റത്തിലായിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരാനേ പറ്റിയില്ല. നൂലെടുത്ത് അപ്പുറത്തെ പറമ്പിലോട്ട് എറിയും. ബോബൻ കേസ് കഴിഞ്ഞ ദിവസമൊക്കെ ബോബൻ കേസൊക്കെ അപ്പുറത്തെ പറമ്പിലോട്ട് എറിയുമായിരുന്നു. ചോക്ക് തിന്നും. ഇന്ന് ഞാൻ വന്ന ഗ്യാപ്പില്ല തന്നെ ആ കൊച്ചൊരു ചോക്ക് എടുത്ത് വായിലോട്ടിട്ട് വിഴുങ്ങില്ല. അവളെ ചവച്ച് പല്ലയിലൊക്കെ ആക്കും. പിന്നെ അത് ക്ലീൻ ചെയ്തെടുക്കാൻ ഞാൻ എന്ത് പാടുപെട്ടെന്നറിയാവോ. അങ്ങനെ നമ്മുടെ യൂണിഫോം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരുങ്ങി വേഗം നമുക്ക് അമ്മ വീട്ടിലോട്ട് പോകണം കേട്ടോ. പാൻറ്റിന്റെ തുണി ഭയങ്കര കട്ടി, ആ കട്ടിയുള്ള തുണി കൊണ്ടാണല്ലോ കോളർ വെച്ചത്. പക്ഷെ അതല്ലായിരുന്നു, ആ ടോപ്പിന്റെ തുണി കണ്ട് തന്നെ കോളർ വെച്ചാൽ മതിയായിരുന്നു. അതാണ് പണി കിട്ടിപ്പോയത്. ഭയങ്കര പാടായിരുന്നു അതും വളച്ചെടുക്കാനായിട്ട്. അങ്ങനെ ഞങ്ങൾ ആ സമയം ഗ്യാപ്പിൽ തന്നെ അവൾ വന്ന് ഇട്ട് നോക്കി. ഉടുപ്പൊക്കെ പാകമായി അവൾ കൊണ്ടുപോയി. ഞങ്ങൾ വേഗം ഒരുങ്ങി, നാൻസി വേഗം ഒരുങ്ങി. ഞങ്ങളങ്ങനെ പോകാനുള്ള യാത്രയിലാണ്. അമ്മ ഇല്ല കേട്ടോ, അമ്മ കഴിഞ്ഞ ആഴ്ച വന്നതല്ല, അതുകൊണ്ട് അമ്മ വരുന്നില്ല. ജെയ്സൺ പാലക്കാട് പോയേക്കുവാണ്. അമ്മയ്ക്കൊരു പരവാസ്തോലി ഇന്നുണ്ട്. ഞങ്ങൾ പണവള്ളിക്ക് പോകുന്നത്. ഞങ്ങളെല്ലാവരും പാപ്പാക്കാരാണ് ഇന്ന്. അങ്ങനെ അങ്ങോട്ട് അമ്മയുടെ ഒരു ആങ്ങളുടെ വീട്ടിൽ വെച്ചാണ്. നമുക്ക് 2 ആങ്ങളമാരാണ് ഉള്ളത്. ഒരാങ്ങള മരിച്ചുപോയി. ആ മരിച്ചുപോയ ആങ്ങളയുടെ ഓർമ്മ ദിനം കൂടിയാണ് കേട്ടോ ഇന്ന്. പിന്നെ മാനത്തെ അത്ര പറയുള്ള ഡയമണ്ട് ആണെന്ന് എല്ലാവരോടും ഞാൻ പറയും. ഇവരുടെ രണ്ടുപേരുടെയും ബർത്ത്ഡേ അടുത്തടുത്ത ദിവസങ്ങളിലാണ്. അത് ഈ കൂട്ടത്തിലൊന്ന് ആഘോഷിച്ചെന്നേ ഉള്ളൂ. നൈറ്റ് ഇട്ടേക്കുന്നത് അമ്മയുടെ മൂത്ത ചേച്ചിയാണ്. ഈ ചുരിദാർ ഇട്ട് നിൽക്കുന്നതാണ് നമ്മുടെ മരിച്ചുപോയ അങ്കിളിന്റെ മൂത്ത മോളാട്ടോ. പിന്നെ നമ്മുടെ ഈ ഇപ്പൊ കൊച്ചിനെ എടുത്തുകൊണ്ട് നിൽക്കുന്നില്ലേ, ഈ ചേച്ചിയാണ്. ഞങ്ങൾ പറഞ്ഞിട്ടില്ലേ ബൂട്ടിക്കിൽ ജോലി ചെയ്തിട്ട്, ചേച്ചി അവിടുത്തെ അക്കൗണ്ടന്റാണ്, അവിടെ ജോലി ചെയ്തിട്ട് നമുക്ക് തുണിയൊക്കെ ബാക്കിയുള്ള മെറ്റീരിയലൊക്കെ കൊണ്ടുവന്ന് തന്നു. നമുക്ക് അതായിരുന്നു ആ സമയത്ത് ഏറ്റവും വലിയ ഇത് കേട്ടോ. ആ തുണി വെച്ച് നമ്മൾ വെട്ടുകഷ്ണങ്ങൾ കൊണ്ട് ഒരുപാട് ഡ്രസ്സുകൾ ചെയ്തിട്ടുണ്ട്. ആ ചേച്ചിയാണ് ഈ ചേച്ചി. ചേച്ചിയുടെ പുറകെ നിൽക്കുന്നത് ഹസ്ബൻഡ് ആട്ടോ. പിന്നെ ഫോൺ പിടിച്ച് ഫോട്ടോ എടുത്ത് നിൽക്കുന്നതാണ് അമ്മയുടെ ആങ്ങളുടെ വീട്ടിലാണ് നമ്മളിപ്പം കൂടിയേക്കുന്നത്. പിന്നെ നമ്മുടെ അമ്മുമ്മ എന്ത് ചെയ്യുക, അമ്മയുടെ അമ്മയാണ് ആ നൈറ്റ് ഇട്ടിട്ട് ആ സൈഡിൽ കാണുന്നത്. അങ്കിളിന്റെ ഓർമ്മദിനം കൂടിയാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഇവരെല്ലാവരും രാവിലെ പള്ളിയിലൊക്കെ പോയി നിൽക്കുക കേട്ടോ. നമ്മൾ വന്നപ്പോഴത്തേക്കും ഭയങ്കര ലേറ്റായി പോയി. 1 മണിയായപ്പോഴാണ് നമ്മൾ എത്തിയത്. നല്ല കേക്ക. ഇത് ഏതാ ഫ്ലേവർ? വാനിലയാ? നല്ല ഫ്ലേവർ. ചേച്ചിയാണോ സ്പോൺസർ? എല്ലാവരും ഓരോ സൈഡിൽ നിന്ന് കേക്ക് കഴിച്ചുകൊണ്ടിരിക്കുക. നല്ല ടേസ്റ്റുള്ള കേക്കായിരുന്നു കേട്ടോ. അപ്പൊ ഇത് നമ്മുടെ അമ്മയുടെ മൂത്ത ചേച്ചിയുടെ മകനും മരുമകളുമാണ്. മൂത്ത ചേച്ചി അമ്മയുടെ ഒരു അനിയത്തിയുണ്ട്. ഇവർ രണ്ടുപേരുമാണ് സ്റ്റിച്ചിങ്ങിൽ കുറച്ച് പണ്ട് താല്പര്യം കാണിച്ചേക്കുന്നത്. ഇവരുടെ ഫീൽഡ് അതായിരുന്നു കേട്ടോ പണ്ട്.
പക്ഷെ ഇപ്പൊ ഫീൽഡ് മാറി. ഞാൻ ക്യാമറയും കൊണ്ട് വന്നപ്പോഴത്തേക്കും ഇതേ പയ്യെ നുള്ളി ഡീസന്റ് ആയിട്ട് തിന്നുവാണ്. അത്ര നേരം കമ്മം കഴിച്ചോണ്ടിരുന്ന ആൾക്കാരാണ്. പിന്നെ നമ്മുടെ മരിച്ചുപോയ അങ്കിളിന്റെ ഭാര്യയാണ് ഇത് കറപ്പെട്ടിരിക്കുന്നത് കേട്ടോ. അങ്കിള് മരിച്ചിട്ട് ഇപ്പൊ ഒരു 10-15 വർഷമായിട്ടുണ്ട്. ഇവനാണ് അങ്കിളിന്റെ മോൻ. ഇവൻ 1.5 വയസ്സുള്ളപ്പോഴാട്ടോ അങ്കിള് മരിക്കുന്നത്. അത് ഭയങ്കര ഒരു ആഘാതമായിരുന്നു ആ സമയത്ത്. കുറെ നാൾ കൂടി എല്ലാരെയും കാണുന്നത്. നമ്മുടെ കൊറോണയ്ക്ക് മുന്നേ കുടുംബ യൂണിറ്റ് പോലുള്ള പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അതൊന്നുമില്ല. ഇത്ര നേരം എങ്ങനെ പെണ്ണുങ്ങളെ വളയ്ക്കാം. അതെ, അവർക്കത് ഇഷ്ടപ്പെടുകയും ചെയ്യും. ചിലർ അറിയാത്തതുകൊണ്ടാണ് ഇങ്ങനെ പറയണത്, വാശി പിടിക്കണത്. അങ്ങനെ നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ടെന്ന് തോന്നുന്നവരുടെ ഞാനത് എനിക്കില്ല ഇപ്പൊ ഇവളിട്ടിലേക്ക് അത്ര ബോറ് തോന്നണില്ല. പക്ഷെ ഉണ്ടല്ല ഈ തീന കാണിച്ചപ്പോഴത്തേക്ക് ആ പെണ്ണ് എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഈ തുണിയിൽ അത് ചെയ്യാതിരിക്കണ ഈ തുണി അതിന് പറ്റത്തില്ല. ജോർജറ്റിൽ അത് ചെയ്യേണ്ടത് ഇതുപോലത്തെ തുണി. കുറച്ച് കൂടുതലാണ് ഇത് ചെയ്തിട്ടാണ് നല്ല പണിയാണ്. ഇത് നീ ചെയ്തതല്ലേ? ഐസ്ക്രീമായിട്ട് ഞാൻ വന്നിരിക്കുകയാണ്. ചെയ്യൂ. ഇതാണ് അമ്മയുടെ അനിയത്തി. അമ്മയുടെ അനിയത്തിയും ചേച്ചിയായിരുന്നു. സ്റ്റിച്ചിങ്ങിൽ അവർക്ക് മാത്രമേ താല്പര്യം ഉണ്ടായിരുന്നുള്ളൂ, ബാക്കി ആർക്കും താല്പര്യമില്ലായിരുന്നു. നമ്മുടെ ഓറഞ്ച് നൈറ്റി ഇട്ടിരിക്കുന്നതാണ് അങ്കിളിന്റെ, നമ്മളിപ്പോൾ കൂടിയേക്കുന്ന വീട്ടിലെ അങ്കിളിന്റെ ഭാര്യ. അങ്ങനെ എല്ലാവരും ഐസ്ക്രീമും ചോറും ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുവാണ്. നമ്മുടെ അപ്പനെ കാണിച്ചു തരാം. അമ്മയുടെ അപ്പച്ചനാണ്. ഷുഗർ 480 പക്ഷെ ഐസ്ക്രീം കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുവാണ്. ബീഫ്, മീൻ വറുത്തത്, മീനും മുള്ളൊക്കെ ഉണ്ടല്ലോ. മീനും തിന്നല്ലേ? ഉണ്ടാക്കി എല്ലാം ടേസ്റ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ച് റൈസും കൂടെ എടുക്കുക. നല്ല ദം റൈസാണ് ഈ റൈസ്. ഇങ്ങനെ കൂടി തിന്നണം. എല്ലാവരും എന്തൊക്കെയോ ബെഡായ പറഞ്ഞ് കുടുകൂടാ ചിരിക്കുവാണ്. എനിക്ക് ഇതിനകത്തൊന്നും പങ്കെടുക്കാൻ പറ്റിയില്ല. എന്റെ കൊച്ചപ്പുറത്ത് നിന്ന് മണ്ണ് മാന്തി കളിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. ഞങ്ങള് ചായ ഇങ്ങനെ അടിച്ചു കൂട്ടുന്നതാണ്. വൈകുന്നേരം കടിക്കാൻ ആന്റി വട്ടയപ്പം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അപ്പച്ചനൊരു ആഗ്രഹം കപ്പ പുഴുങ്ങിയത് കഴിക്കണമെന്ന്. അങ്ങനെ അപ്പച്ചനുള്ള കപ്പയാണ് കുക്കറിൽ വേവിക്കാൻ വെച്ചേക്കുന്നത്. പിന്നെ ഞങ്ങൾ അവിടുന്ന് പോന്നു കേട്ടോ. പോകുന്നതൊക്കെ ചടപടേന്നായിരുന്നു. വന്ന വഴിക്ക് ചെറിയൊരു മഴ. ആ മഴ പെയ്തപ്പോൾ എനിക്ക് മോമോസ് കഴിക്കാൻ തോന്നി. മോമോസ് കടയുടെ വാതിക്കൽ കൂടിയാണ് പോയത്. അങ്ങനെ എൻ്റെ ഒരു കൊതിക്ക് ഒരെണ്ണം മാത്രം വാങ്ങിച്ചിട്ട് ഞങ്ങൾ 3 പേരും കൂടി ടേസ്റ്റ് ചെയ്തു. പിന്നെ നാൻസിയുടെ കൊതി മഴ പെയ്തപ്പോൾ കപ്പലണ്ടി തിന്നാനായിരുന്നു. അപ്പോൾ നേരെ ഞങ്ങൾ കപ്പലണ്ടി കടയിൽ വിട്ടിട്ട് 3 തരം കപ്പലണ്ടി വാങ്ങിച്ചു. ബാക്കിയൊക്കെ എല്ലാവരും കൊത്തിക്കൊണ്ട് പോയി. ഇത് മാത്രമേ കിട്ടിയുള്ളൂ. അങ്ങനെ കപ്പലണ്ടി കഴിച്ച് നമ്മൾ അന്നത്തെ ദിവസം തീർന്നു. പിറ്റേ ദിവസം ആയപ്പോഴത്തേക്കും കിയാരയുടെ ബാക്കി വരാനുള്ള 2 ഉടുപ്പ് ഉണ്ടായിരുന്നില്ലേ, അതും കൂടി വന്നു. അങ്ങനെ അതെല്ലാം ഇട്ട് നോക്കുവാണ്. ഇതും വലിയ കുഴപ്പമില്ല. ഇതൊരു ഇച്ചിരി ലൂസൊക്കെയാണ്. പക്ഷെ ഇത് അലക്കുമ്പോൾ ഒന്ന് ചുരുങ്ങിക്കൊള്ളുമല്ലോ, നല്ലപോലെ ചുരുങ്ങും. ഇറക്കം കുറയാതിരുന്നാൽ മതിയായിരുന്നു. ഇറക്കം കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തീർന്നു. കാരണം ഇവളേ നമ്മുടെ നിക്കർ പോലുള്ളത് ഇടുകയുള്ളൂ, മറ്റേത് ഇടത്തില്ല. അതൊരു ഭയങ്കര ഒരു പ്രശ്നമാണ്. പിന്നെ ഇതുണ്ടല്ലോ, ഇത് കൊള്ളത്തില്ല. ഇതിന് ഭയങ്കര ഇറക്കക്കുറവ്. പിന്നെ ഇത് വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. കാണാനും അത്ര ഒരു രസം തോന്നാഞ്ഞോണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു, അത് റിട്ടേൺ കൊടുക്കാമെന്ന് വിചാരിച്ചു. അതിന് വിലക്കുറവായിരുന്നു കേട്ടോ. 209 രൂപയും കണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ള ഉടുപ്പിനൊക്കെ വലിയ വിലയൊന്നുമില്ല. 350, 319 അങ്ങനെയൊക്കെ ഉള്ളൂ. നമ്മുടെ ആ ഫുൾ കൈ ഇല്ലേ, അതിനാണ് 457 ഏതാണ്ട് വന്നത്. ഫസ്റ്റ് ക്രൈയിൽ ഓഫർ ഉള്ളപ്പോൾ വാങ്ങിച്ചാൽ നല്ലതാണ്. അങ്ങനെ നമ്മുടെ നാൻസി ഉണ്ടല്ലോ, ഈ ഒരു ഇതായിരുന്നു നമ്മുടെ പണ്ടത്തെ മോഡൽ ചുരിദാറുണ്ടല്ലോ, അനാർക്കല്ലിയോ എന്തും ഇതിന് പറയുന്നത്. അത് ഇതുപോലെ ഞങ്ങളുടെ ആ പരിചയത്തിലുള്ള ഒരാൾ കൊണ്ടുവന്നേക്കുവാണ്. ഇത് അവർക്ക് ആ യോക്ക് പോർഷൻ വെട്ടി മാറ്റിയിട്ട് വേറെ എന്തെങ്കിലും ഒരു യോക്ക് പിടിപ്പിക്കാനായിട്ട് കൊണ്ടുവന്നതാട്ടോ. അങ്ങനെ അത് നാൻസി എല്ലാം രാവിലെ ഇരുന്ന് അഴിക്കുവാണ്. അഴിച്ചിട്ട് അതിനുള്ള ഒരു ബ്ലൂ കളറിലെ പ്ലെയിൻ തുണി കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതെല്ലാം അവള് അഴിച്ചെല്ലാം വെച്ചിട്ടുണ്ട്. ഈ ഒരു ഉടുപ്പിന്റെ അടിയിലുള്ള സാധനങ്ങളാണിത്. കോട്ടന്റെ ഒരു ലെയറ്, താഴത്ത് ദേ ബും പോലെ നിൽക്കാനായിട്ട് നെറ്റ്. ഇതൊന്നും പോരാഞ്ഞിട്ട് ഇതിന് ഓൾറെഡി ഒരു ലൈനിങ് ഉണ്ടേ അതിൻ്റെ കൂട്ടത്തിലാ ഇതെല്ലാം കൂടി. സ്ലീവിലേക്ക് വേണ്ടി അതിൻ്റെ തന്നെ നെറ്റ് കൊണ്ട് ഡബിൾ ലെയറായിട്ട് കൊടുത്ത് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് അതെല്ലാം അഴിച്ച് പറിച്ചെടുത്തിട്ട് തേച്ച് അയൺ ചെയ്ത് നല്ല വിരിച്ചെടുക്കണമല്ലോ. അങ്ങനെ എടുക്കുവാണ്. അത് നമ്മൾ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം ഇത് എന്ത് ചെയ്തെന്നുള്ളത്. നിലവിൽ എൻ്റെ ഫോണിൽ സ്പേസ് ഇല്ല. ഫോൺ കിടന്ന് ചക്രശ്വാസം വലിക്കുവാണ്. ഇത് ഒക്കെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് വേണം എല്ലാം ഡിലീറ്റ് ചെയ്ത് കളയാനായിട്ട്. അപ്പം അത്രേ ഉള്ളൂ. ബൈ ബൈ.